17-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വചനം. ഞാനോ നീതിയിൽ നിന്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. ഒന്നിലും തൃപ്തിപ്പെടാൻ കഴിയാത്ത ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ദാവീദിനെ തൃപ്തനാക്കുന്ന ഒരു കാര്യം, ഉണരുമ്പോൾ ഞാൻ കാണുന്ന ദൈവ സാന്നിധ്യം, ഞാൻ പ്രാപിക്കുന്ന ദൈവവചനം, ഞാൻ പ്രാപിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം, അതാണ് എന്നെ തൃപ്തനാക്കുന്നത്. മറ്റൊരു വാക്യം ബൈബിളിലുണ്ട്, ആലയത്തിലെ നന്മ കൊണ്ട് ഞാൻ നിന്നെ തൃപ്തനാക്കും. ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ നിന്നെ തൃപ്തനാക്കി മടക്കി അയക്കുന്ന ഒരു ദൈവം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് യേശു ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോ അവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും കുറച്ച് ചെറുമീനുകളും ഉണ്ടായിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാരും അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന 10,000-കണക്കിന് ആൾക്കാരുള്ള ഒരു വലിയ കൂട്ടം. നമുക്കറിയാം, ബുദ്ധിയിൽ ചിന്തിച്ചാൽ 5 അപ്പം കൊണ്ട് എങ്ങനെ ഈ വലിയ കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയും? ഞാനോ നിങ്ങളോ 5 അപ്പം മുറിച്ചാൽ 10 പേർ കഴിക്കുമ്പോൾ അപ്പം തീർന്നു പോകും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത, അവൻ അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഹല്ലേലൂയ. അവിടെ ബൈബിൾ വായിക്കുക, 5000-ഓളം പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടു. 12 കൊട്ട ശേഷിപ്പിച്ചു. എന്താണ് ഇവിടുത്തെ സന്ദേശം? നിന്നെ തൃപ്തനാക്കാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമേ, ചെറുതുകൊണ്ടും വലുതുകൊണ്ടും അവന് നിന്നെ തൃപ്തനാക്കാൻ കഴിയും. ഒരു പ്രവാചകന്റെ വീട്ടിൽ ഒരു കടബാധ്യതയുണ്ടെങ്കിൽ ആ കടം തീർക്കാനുള്ള പരിഹാരത്തിന്റെ 1 ഭരണി എണ്ണയും അവിടെ വീട്ടിലുണ്ട്. ഒരു ദേശം മുഴുവൻ ക്ഷാമത്തിൽ അമരുമ്പോഴും ഒരു വീടിനകത്ത് പാത്രത്തിൽ ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയുമുണ്ട്. ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ളത് നിന്റെ കയ്യിൽ തന്നെയുണ്ട്. ദൈവം നിന്നോട് സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം തൃപ്തനാക്കും. അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട്, നിന്റെ സാന്നിധ്യം കണ്ട്, നിന്റെ വചനം കണ്ട്, പരിശുദ്ധാത്മ ശക്തി കണ്ട് ഞങ്ങൾ തൃപ്തരായി ജീവിപ്പാൻ കൃപ തരണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ പല വിഷയത്തിലും ദൈവം നിന്നെ തൃപ്തനാക്കും. ഗോഡ് ബ്ലസ് യു.